നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന്റെ ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മർക്കോസ് എവങ്കേലിസ്റ്റായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവായ യേശുമിശിഹായുടെ മനുഷ്യകാല വ്യാപാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു സൈത്ത് പർവ്വതത്തിന് സമീപമുള്ള ബെഥാനി വരെ യെരൂശലേമിനെ സമീപിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ അയക്കുകയും അവരോട് ഇപ്രകാരം പറയുകയും ചെയ്തു: നമ്മുടെ നേരെയുള്ള ആ ഗ്രാമത്തിലേക്ക് പോകുകയും നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. ഇതുവരെയും ഒരു മനുഷ്യനും അതിന്റെ പുറത്തു കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരുകയും നിങ്ങൾ എന്തിനു ചെയ്യുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ കർത്താവിനെതിരെ ആവശ്യമുണ്ട് എന്ന് പറയുകയും ഉടനെ അവർ അതിനെ ഇവിടേക്ക് വിട്ടേക്കും. അവർ പോയി തെരുവിൽ പുറത്തു വാതിൽക്കൽ കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ കണ്ടു. അതിനെ അഴിക്കുകയും അവിടെ നിന്നവരിൽ ചിലർ നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനാ എന്നാൽ ചോദിച്ചു. അവർ യേശു ഏൽപ്പിച്ച പ്രകാരം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അനന്തരം അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കുകയും യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിക്ക് വിരിച്ചു. ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് ചെറുശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറി. അദ്ദേഹത്തിന് മുമ്പേയും പിറകെയുമുള്ളവർ പ്രകാരം ആർത്തു വിളിച്ചു പറഞ്ഞു: കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യവും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിന്റെ
നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നതായി നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ ഉശാന. യേശു യെരൂശലേമിൽ ദേവാലയത്തിൽ പ്രവേശിച്ച് സർവ്വവും കണ്ടു. സന്ധ്യാസമയമായപ്പോൾ അദ്ദേഹം 12 പേരോട് കൂടി ബെഥാനിയയിലേക്ക് പോയി. പിറ്റേ ദിവസം ബെഥാനിയിൽ നിന്ന് പോരുമ്പോൾ അദ്ദേഹത്തിന് വിശന്നു. ഇലകളുള്ളതായ ഒരു അത്തിവൃക്ഷം ദൂരെ കണ്ടിട്ട് അതിൽ വല്ലതും കണ്ടേക്കാം എന്ന് വെച്ച് അതിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇലകളല്ലാതെ അതിൽ ഒന്നും കണ്ടില്ല. എന്നാൽ അത് അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നു. അദ്ദേഹം അതിനോട്, ഇനി എന്നേക്കും ഒരുവരും നിന്നിൽ നിന്ന് ഫലം ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അത് കേട്ടു. പിന്നെ അവർ യെരൂശലേമിൽ ചെന്നു. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്തിറങ്ങുവാൻ തുടങ്ങി. നാണയം മാറുന്നവരുടെ മേശകളെയും പ്രാവുകൾ വിളിക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ടു. ദേവാലയത്തിന് അകത്തുകൂടി ഒരുവരും സാമാനങ്ങൾ കടത്തിക്കൊണ്ടു പോകുവാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹം ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഭവനം സകല ജനങ്ങൾക്കും പ്രാർത്ഥന ഭവനം എന്ന് വിളിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്നില്ലയോ? എന്നാൽ നിങ്ങളാകട്ടെ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രധാനാചാര്യന്മാരും ശാസ്ത്രാധിപന്മാരും അത് കേട്ടിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഹനിക്കേണ്ടു എന്നാരാഞ്ഞു. എന്നാൽ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചിരുന്നതുകൊണ്ട് അവർ അദ്ദേഹത്തെ ഭയപ്പെട്ടാണ് ഇരുന്നത്. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി